നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 320ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര നടനും നിർമ്മാതാവുമൊക്കെയായ ശ്രീ മണിയമ്പിള്ള രാജുവിനെ കുറിച്ചിട്ടാണ്. ബാല്യകാല സുഹൃത്ത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരുപാട് വർഷം മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരെയും ഓർക്കണമെന്നില്ല. പക്ഷേ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് കലയോട് ആദ്യമായി ബന്ധപ്പെടുന്നത് മോഡൽ സ്കൂളിലെ പഠനകാലത്ത് എന്നോടൊപ്പം എൻ്റെ സീനിയറായ രാജുവും അവിടുത്തെ മറ്റു കുട്ടികളും എല്ലാം ചേർന്ന് ഒരു നാടകം അവതരിപ്പിക്കുന്നു. ആ നാടകത്തിൽ നായിക ഞാനാണ്. 22ഓളം നാടകങ്ങളിൽ വയറുവേദന എന്ന ആ നാടകം മികച്ച നടിക്കുള്ള അഭിനയത്തിൻ്റെ ബാലപാഠം പോലും അറിയാത്ത എനിക്കായിരുന്നു. പഴയ സുധീർകുമാർ എന്ന സുഹൃത്ത് പിന്നീട് മണിയമ്പിള്ള രാജു എന്ന പേരിൽ പ്രസിദ്ധനായപ്പോഴും അദ്ദേഹമായിരുന്നു എൻ്റെ നായകൻ. ഇന്നും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും മോഡൽ സ്കൂളിലെ ആ സ്റ്റേജിൽ ഒരു റാന്തൽ വിളക്കിൻ്റെ പ്രകാശത്തിൽ ഞാനങ്ങനെ ഇരുന്ന് പുസ്തകം വായിക്കുന്ന സീനാണ് തുടങ്ങുന്നത്. അന്ന് കട്ടൻ വലിച്ചതും അതിൻ്റെ സംവിധാനമൊക്കെ നിർവഹിച്ചതും പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ പ്രിയദർശനാണ്. അതുപോലെ അന്ന് ഞങ്ങളുടെ സീനിയറായിരുന്നു പ്രശസ്ത പിന്നണി ഗായകൻ MG ശ്രീകുമാർ. അങ്ങനെ അവരെ അറിയാം, ഇവരെ അറിയാം, മറ്റുള്ളവരെ അറിയാം എന്നൊന്നുമല്ല ഇവിടെ പറഞ്ഞു വരുന്നത്. വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞ് മോഡൽ സ്കൂളിന് വശത്തുള്ള വീട്ടിൽ താമസിക്കുന്ന അവസരത്തിലാണ് ഞങ്ങൾ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭിനയം പഠിക്കാൻ പോകണം എന്ന് തീരുമാനിക്കുന്നു. രാജു പഠിക്കാൻ പോകുന്നു, ഞാൻ അതിൽ നിന്ന് മുഴിഞ്ഞു മാറി പോകുന്നു. അതിനുശേഷം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് ഞങ്ങളുടെ നാട്ടിലെ നേതാജി സുഭാഷ് സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് എന്ന ക്ലബിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് ഞാൻ അദ്ദേഹത്തെ ഞങ്ങളുടെ ഫംഗ്ഷനിലേക്ക് ക്ഷണിക്കാനായി തിരുവനന്തപുരം ന്യൂ തിയേറ്ററിൽ രാജുവും പ്രശസ്ത സൗണ്ട് എഞ്ചിനീയറായ ശ്രീ ഹരികുമാറും വേറൊരു വ്യക്തിയുമായിട്ട് സിനിമ കണ്ടിരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ സുഹൃത്ത് അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഗോവണി കയറി ബാൽക്കണിയിലെ ആ സീറ്റിൽ ചെന്ന് രാജുവിനെ കണ്ട് നമ്മുടെ ക്ലബിൻ്റെ വാർഷികത്തിൽ വരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയാണ് എൻ്റെ മനസ്സിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള നിറഞ്ഞ ഓർമ്മ. പോണം മിസ്റ്റർ, എൻ്റെ പേര് പോലും നോട്ടീസിലടിക്കാണ്ട് എനിക്കൊന്നും നിങ്ങളുടെ ഫംഗ്ഷനിൽ വരാൻ പറ്റില്ല. അന്ന് 1-2 ചിത്രങ്ങൾ മാത്രമേ അദ്ദേഹത്തിൻ്റെ ഇറങ്ങിയിട്ടുള്ളൂ. പ്രശസ്തിയുടെ ഉത്തുംഗ ശൃംഗങ്ങളിലൊന്നും വിഹരിച്ചിട്ടില്ല. എങ്കിലും പ്രശസ്തിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന നടനാണ്. പക്ഷെ ഇത് പറയുമ്പോൾ എനിക്കേറ്റവും വിഷമം തോന്നിയത് ഹരികുമാർ എന്നുള്ള സൗണ്ട് എഞ്ചിനീയർ ഇത് കേട്ടിട്ടിരുന്ന് മന്ദഹസിക്കുകയാണ്. ആ ചിരി ഇന്നും ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു കഠാര കുത്തി ഇറക്കിയ ഒരു അനുഭവമായിരുന്നു. അപ്പോൾ അദ്ദേഹം അതിന് സാക്ഷിയാണ്. ഞാൻ അവിടുന്ന് പുറത്തിറങ്ങി, സോറി പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ആ ഫംഗ്ഷൻ അദ്ദേഹം പങ്കെടുത്തില്ല. അതിനുശേഷം ഒരു ഡോക്യുമെൻ്ററി ചിത്രത്തിൻ്റെ റെക്കോർഡിങ്ങും റീ റെക്കോർഡിങ്ങും മറ്റും ചിത്രാഞ്ജലി സ്റ്റുഡിയോ നടക്കുമ്പോഴാണ് വീണ്ടും അവിടുത്തെ റെക്കോർഡിംഗ് തിയേറ്ററിൽ വെച്ചിട്ട് ഞാൻ അദ്ദേഹത്തെ കാണുന്നതും സംസാരിക്കാതിരിക്കുന്നതും ചില ചെറിയ അനിഷ്ട സംഭവങ്ങൾ എന്ന് വെച്ചാൽ സംസാരത്തിൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്തത്.
മനുഷ്യനാവുമ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ പല പല നേട്ടങ്ങളും അപച്യുതികളും ഒക്കെ ഉണ്ടാകും. നമ്മൾ എന്തായിത്തീർന്നു എങ്കിലും നമ്മുടെ ബാല്യം, കൗമാരം, യൗവനം ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത തലത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ പലതും ഓർത്ത് ചിന്തിക്കുകയും ചിന്തിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യും. അന്ന് ഞങ്ങളുടെ ഡോക്യുമെൻ്ററിയുടെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് റെക്കോർഡിംഗ് സമയത്താണ് മണിയമ്പിള്ള രാജു അവിടെ റെക്കോർഡിംഗ് തിയേറ്ററിൽ എത്തുന്നതും അവിടെ വെച്ച് ചില സംസാരങ്ങളൊക്കെ ഉണ്ടാകുന്നതും. അതിനുശേഷം എത്രയോ ചിത്രങ്ങളിലൂടെ അദ്ദേഹം പ്രശസ്തനാവുകയും വലിയ അറിയപ്പെടുന്നൊരു കലാകാരനായി മാറുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മളിങ്ങനെ എഴുത്തും പുസ്തകമൊക്കെ ആയിട്ട് നടക്കുന്നു. അങ്ങനെ 3-4 പുസ്തകങ്ങളും ഒക്കെ കൂടെ അദ്ദേഹത്തിന് DHL കൊറിയറിൽ അയക്കുന്നു. അദ്ദേഹം കൈപ്പറ്റുന്നു, പക്ഷെ മറുപടിയൊന്നും കാണുന്നില്ല. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഞാൻ താമസിക്കുന്ന കുഞ്ചനുള്ള അമ്പലത്തിൽ ഒരു ഓഡിയോ കാസറ്റിൻ്റെ റിലീസ് സമയത്താണ് അദ്ദേഹത്തെ കാണുന്നത്. ഓഡിയോ കാസറ്റെല്ലാം റിലീസ് ചെയ്ത ശേഷം പുറമേക്ക് ഇറങ്ങി കാറിലേക്ക് കയറാൻ പോകുമ്പോൾ ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നു. 4-5 വണ്ടികൾ വന്ന് പുറകെ നിരന്നപ്പോൾ കൂടുതൽ സംസാരിക്കാനും കാണാനും ഒന്നും കഴിഞ്ഞില്ല. പക്ഷേ ആദ്യത്തെ ആ ചുവടുവയ്പ്പിൽ നിന്നും രണ്ടാമത്തെ ആ ചുവടുവയ്പ്പിൽ നിന്നും മാറി പരിപക്വമായ ഒരു മനസ്സുമായിട്ടാണ് അന്ന് ഞാൻ രാജുവിനെ കാണുന്നത്. ഞാൻ എൻ്റെ രാജുവിനെ കണ്ടതും അന്നത്തെ പരിചയപ്പെടലും അന്നത്തെ ഓർമ്മകളും എന്തിന് നിങ്ങളോട് പറയുന്നു എന്ന് ചോദിച്ചാൽ, കഴിവുള്ളൊരു കലാകാരൻ, നരസിംഹത്തിലെയും എത്ര ചിത്രങ്ങളിൽ മികച്ച റോളുകൾ അഭിനയിച്ച ഒരു നല്ല കലാകാരൻ, അതോടൊപ്പം തന്നെ എത്രയോ ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചു വയ്ക്കുന്നു. ആദിയിൽ നിന്നും അന്ത്യത്തിലേക്ക് എന്ന പോലെ കഴിവുള്ള 100 കണക്കിന് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു പ്രതിഭ. പിന്നീട് 1-2 തവണ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ റെക്കോർഡിങ്ങിൽ വെച്ച് നമ്മൾ കാണുകയുണ്ടായി. പരസ്പരം ഹസ്തദാനം ചെയ്തില്ലെങ്കിലും പരസ്പരം ഓരോ ചിരിയിലൊതുക്കി നമ്മൾ കടന്നുപോയി. അപ്പോൾ ഇതെല്ലാം ഇവിടെ ഞാൻ പറഞ്ഞത്, ഒരു കലാകാരൻ എത്ര ഔന്നത്യത്തിലെത്തിയാലും, ഒരു കലാകാരൻ എത്ര ഉന്നതിയിലെത്തിയാലും കാലത്തിൻ്റെ മാസ്മരിക സ്പർശം ഏൽക്കുമ്പോൾ, പിന്തിരിഞ്ഞു നോക്കുമ്പോൾ, നമ്മളായി തുടങ്ങിയൊരു കാലഘട്ടം, നമ്മളായി തീർന്ന ചില അനുഭവങ്ങൾ, ഓർമ്മകൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കടന്നു വന്നുകൊണ്ടേയിരിക്കും. അപ്പോഴും നമ്മൾ അവരെക്കുറിച്ച് ഓർക്കും. അവർ നമ്മളെക്കുറിച്ച് ഓർക്കണമെന്നില്ല. കാരണം കാലത്തിൻ്റെ വികൃതിയാണത്. എത്രയോ വർഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വിവിധ തലങ്ങളിൽ ഒക്കെ പ്രവേശിക്കുമ്പോൾ എല്ലാവരെയും ഓർമ്മിക്കപ്പെടണം എന്ന് നിർബന്ധവും ഒന്നും നമുക്ക് വയ്ക്കാൻ കഴിയില്ല. അദ്ദേഹം അഭിനയത്തിൻ്റെ മേഖലയിലൂടെ വളർന്നു. ഞാൻ എഴുത്തിൻ്റെ മേഖലയിലൂടെ വേറൊരു വശത്തേക്കും വളർന്നു. കാലചക്രം കറങ്ങിത്തിരിയുന്നു. ആരെ ഓർമ്മിക്കുന്നു, ആരെപ്പറ്റി ചിന്തിക്കുന്നു, ആരെപ്പറ്റി അടുത്തറിയുന്നു എന്നൊന്നും ഒരു വിഷയമേ അല്ല. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ എല്ലാവരും കടന്നുപോകും, ഇന്നല്ലെങ്കിൽ നാളെ. പക്ഷേ ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ, ജീവിച്ചിരിക്കുന്ന മഹത് വ്യക്തികളിൽ അറിവിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു വലിയ പ്രതിഭ ഉള്ളിൽ തെളിഞ്ഞു മിന്നും. അപ്പോൾ നമ്മൾ അവരെക്കുറിച്ച് വളരെ ആദരവോടെയും വളരെ സ്നേഹത്തോടെയും നമ്മൾ ഓർമ്മിക്കപ്പെടും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുമ്പോൾ 10-26 പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തു. 10-36 പുസ്തകങ്ങൾ ഇനി പബ്ലിഷ് ചെയ്യാനിരിക്കുന്നു. എഴുത്തുകൊണ്ട് എന്താണ് പ്രയോജനം?
എഴുത്തുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ആയിത്തീരുമോ? എഴുതുന്ന സമയത്തിന് വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. പക്ഷേ കാലത്തിൻ്റെ രജതരേഖയിൽ മായ്ക്കാൻ കഴിയാത്ത വിധം പതിഞ്ഞു കിടക്കുന്ന ഒന്നാണ് എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെ രചനകൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ എൻ്റെ സുഹൃത്തെന്ന നിലയിൽ അദ്ദേഹവുമായി ആദ്യമായി നാടകത്തിലൂടെ, എഴുത്തിലൂടെ, കലാരംഗത്തിലൂടെ കടന്നു വരാൻ അതൊരു നിമിത്തമായി എന്നതുകൊണ്ടുമാണ് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഇവിടെ പറഞ്ഞത്. സ്നേഹവും ബഹുമാനവും ആർജവവും ജീവിതത്തിലെ ഉയർച്ചയും എല്ലാം നമ്മുടെ മുന്നിലൂടെ ഒരു നിഴൽ പോലെ കടന്നു പോകുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, പുഷ്കിൻ എന്നുള്ള കവിയുടെ കവിതകൾ എത്രയോ തവണ വായിച്ചിരിക്കുന്നു, കേട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വെങ്കല പ്രതിമകൾ റഷ്യയിലെ ഓരോ തെരുവിലും നമുക്ക് കാണാം. വളരെ യൗവനത്തിൽ ഈ ലോകത്തോട് ഗുഡ് ബൈ പറഞ്ഞ് കടന്നുപോയ ആ കവി, ആ അനശ്വര പ്രതിഭയെ എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞും നമ്മൾ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ കഴിയുന്ന എന്നെപ്പോലെയുള്ളവരും അതുപോലെ നിരവധി പേരും ഓർമ്മിക്കുന്നുവെങ്കിൽ അദ്ദേഹം എന്ന പ്രതിഭയുടെ വൈഭവം തന്നെയാണ് അതിന് കാരണം. അപ്പോൾ ഇത്രയും ഇവിടെ പറഞ്ഞത്, ഓരോ കലാകാരന്മാരും അവരുടെ ഉള്ളിലുണ്ടാവുന്ന തോന്നലുകളും അനുഭവങ്ങളും മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു പാഠമായി മാറണം. അതാണ് ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കുന്ന ഒരു വലിയ കാര്യം. മണിയമ്പിള്ള രാജു എന്നുള്ള നല്ല നടന്, നല്ല നിർമ്മാതാവിന് ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ ചുരുക്കട്ടെ. നന്ദി, നമസ്കാരം.